പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡായ വള്ളിപ്ലാവിലെ രാജീവൻ രമ്യ ദമ്പതികളുടെ മകൾ വി രമിത ഗുരുതരമായ വൃക്കരോഗം ബാധിച്ച് ചികിത്സയിലാണ്. നിലവിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ചികിത്സാമാർഗമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും വലിയ സാമ്പത്തിക ചിലവ് ആവശ്യമായതിനാൽ സാധാരണക്കാരായ ഈ കുടുംബത്തെ സഹായിക്കുന്നതിനായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു. ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരണ യോഗം പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV ലളിത ഉദ്ഘാടനം ചെയ്തു. അതേപോലെ തന്നെ ഓരോരാളും അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നതാണ് ആദ്യമായി പറയാനുള്ളത്. നമുക്ക് എന്തായാലും ആവും, ഒരു സുഖപ്രതീക്ഷ തന്നെ വേണം, ഒരു ഇതും വേണ്ട, നമുക്ക് എന്തായാലും ആവും. നമുക്ക് വളരെ വിജയകരമായി ആ കുട്ടിയുടെ ഓപ്പറേഷൻ ചെയ്യുവാനും ഉള്ള പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ആദ്യമായി ഈ യോഗം ആശീർവദിക്കുകയാണ്. അപ്പോൾ ഈ യോഗത്തിൻ്റെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ വൈസ് പ്രസിഡന്റ് K കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PM മനോജ് കുമാർ, രേഷ്മ വി രാജു, KV മോഹനൻ, മഹേഷ് കുന്നമ്മൽ, V കുഞ്ഞിരാമൻ, TV കുഞ്ഞമ്പു നായർ, അഡ്വക്കേറ്റ് C രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മറ്റു പ്രിയമുള്ളവർ, നമുക്കറിയാം നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ നാടിൻ്റെ ഒരു ഉത്തരവാദിത്തം നമ്മളിലേക്ക് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. നമ്മളെല്ലാവരും കൂടി ചേർന്നാൽ നമുക്ക് ഇവർ പറഞ്ഞ ആ തുക തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വാർഡിൽ 19-ാം വാർഡിൽ ഇതുപോലെ ഒരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു. നമ്മൾ 28 ലക്ഷത്തിന് മുകളിലുള്ള തുക നമ്മൾ സമാഹരിക്കുകയുണ്ടായി. അതുപോലെ ഇപ്പോൾ ലളിതേച്ചി പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും കൂടി ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായും ആ കുട്ടിയെ പഴയ രീതിയിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ഇവരെ രക്ഷിക്കാനുള്ളൊരു ദൗത്യം പല അസുഖങ്ങളിലും പിന്നെ നമ്മുടെ ചികിത്സയിലേക്ക് സാമ്പത്തികം കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം ലക്ഷങ്ങളുടെ ഒരു തുക തന്നെ വേണ്ടി വരും ഓരോ ചികിത്സക്ക് നമുക്ക് വേണ്ടി വന്നത്. പക്ഷെ അവിടെ അത് സമാഹരിക്കാൻ ആ കുടുംബത്തിന് കഴിയാതെ പോകും. സാധാരണ അന്നത്തെ അന്നത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സാധാരണക്കാരൻ്റെ മേലെയാണ് എപ്പോഴും ഇതുപോലെയുള്ള ഭാരിച്ച അസുഖം കടന്നു വരൽ എന്നുള്ളത് ദുഃഖകരമായൊരവസ്ഥയാണ്. അന്ന് അവനവൻ്റെ ജീവിതകാര്യത്തിനും അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി മാത്രമായി പ്രവർത്തിച്ച് കിട്ടുന്ന ചെറിയ തുക കൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകളുടെ മേലേക്ക് വലിയൊരു അശനിവാദം പോലെയാണ് ഇത്തരത്തിലുള്ള മാരകമായ അസുഖങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ അത്തരത്തിൽ അസുഖം കടന്നു വന്ന് അവർ മാനസികമായി പ്രയാസപ്പെടുന്ന സമയത്ത് ഒരു നാടാകെ അവരെ ഒപ്പം കൂടെ നിന്ന് ആ പ്രയാസം നമ്മുടെ കൂടിയാണ് എന്ന ബോധ്യത്തിൽ പ്രവർത്തിച്ചാൽ സ്വാഭാവികമായും അത്തരം വലിയ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് കരകയറാൻ വേണ്ടി സാധിക്കും. ഈ ഒരു വലിയ ജനാവലിയെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റിയും തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആ കുട്ടിയുടെ ജീവൻ സംരക്ഷിക്കുകയും തുടർന്ന് സാധാരണ രീതിയിലുള്ള ജീവിതത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്യാനുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗധേയമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഫണ്ട് സമാഹരണം നടത്തുക എന്നുള്ള അതിനാവശ്യമായ നേതൃത്വപരമായ ചുമതലകളെല്ലാം ഏറ്റവും നിർവഹിക്കുക എന്നുള്ളതാണ്. പ്രസംഗത്തിൽ പോലെ അധ്യക്ഷനാ സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാം സമൂഹത്തിൽ ഇപ്പോൾ നിരവധിയായ ഇത്തരം ചികിത്സാ കമ്മിറ്റി രൂപീകരിക്കപ്പെടേണ്ട സാഹചര്യമാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പഞ്ചായത്തിനകത്ത് തന്നെ 4 or 5 വൃക്കരോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൃക്കരോഗത്തിൻ്റെ ഭാഗമായുള്ള മാറ്റിവെക്കൽ ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ചികിത്സാ സഹായ കമ്മിറ്റികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനെല്ലാം സഹായകരമായി നിൽക്കുന്ന നാട് മാറുന്നുണ്ട്. അപ്പോൾ എല്ലാ സഹായങ്ങളും എല്ലാ സാഹചര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ